സ്വീകരിക്കാം ഈ ആശീർവാദം പ്രാർത്ഥനാപൂർവം. സ്ഥാനവസ്ത്രങ്ങളും അതുപോലെ തന്നെ അംശചിഹ്നങ്ങളും അണിഞ്ഞുകൊണ്ട് അംശവടിയും സ്വീകരിച്ചുകൊണ്ട് മാർപ്പാപ്പ ആശീർവാദം നൽകുന്നു. നമുക്കും ശരീരത്തിൽ കുരിശ് വരച്ച് ഈ ആശീർവാദത്തിൽ പങ്കുചേരാം. Missa est. പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ ആരവം കേൾക്കാം നമുക്ക്. കൈകൾ വീശിക്കൊണ്ട് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ഉയർത്തപ്പെട്ട അന്ന് തന്നെയും മട്ടുപ്പാവിൽ വത്തിക്കാൻസിലെത്തിയപ്പോൾ കൈകൾ വീശി കാണിച്ചതുപോലെ സ്ഥാനാരോഹണം ചെയ്ത ശേഷം കൈകൾ ഉയർത്തി വീശി അവിടെയുള്ള എല്ലാവരെയും അദ്ദേഹം അഭിവാദനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന വൈദികരും വിശ്വാസി സമൂഹവും കരഘോഷത്തോടുകൂടെ അദ്ദേഹത്തെ തങ്ങളുടെ വിശ്വാസത്തിൽ പിതാവായി സ്വീകരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചടങ്ങുകളിൽ ഇന്ന് നടന്ന സ്ഥാനാരോഹണ ചടങ്ങുകളിൽ ലയോ 14 മാർപ്പാപ്പ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഇന്നത്തെ ചടങ്ങുകളിൽ ഇന്ത്യൻ സംഘത്തെ നയിക്കുന്ന രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായണൻ സിംഗിനെയും അതുപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ എന്നിവരും പ്രതിനിധികളായി എത്തിയിട്ടുണ്ടെന്ന് ജെയിംസ് സാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉണ്ട്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അന്തോനീസ് ആൽബനീസ് ഉണ്ട്, ജർമ്മൻ ചാൻസലർ ഫ്രീഡിഷ് മോഡ്സ് ഉണ്ട്, കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഉണ്ട്. ഇപ്രകാരം ഒട്ടേറെ ഭരണാധികാരികൾ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും അവരുടെ നടുവിലൂടെ ഇപ്പോഴിതാ പൗരസ്ത്യ സഭകളുടെ തലവന്മാർ ഓരോരുത്തരായി മുൻപോട്ട് വന്ന് പരിശുദ്ധ പിതാവിനെ വണങ്ങുകയും വിധേയത്വം പ്രഖ്യാപിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കും പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പായ്ക്ക് ആശംസകൾ നേരാം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആന്റണിയച്ച, അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 കർദിനാളന്മാർ, മാർ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭയിൽ നിന്ന്, അതുപോലെ തന്നെ മാർ ജോർജ് കുവക്കാട്ടും സീറോ മലബാർ സഭക്കാരനാണ്, പക്ഷേ റോമിൽ നിന്നാണ്, കർദിനാൾ മാർ ബെസേലിയോസ് മാർ ക്ലീമിസ്, അങ്ങനെ 3 കർദിനാളന്മാർ, മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ള നിരവധി മെത്രാന്മാർ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഒരു കാര്യം, മാർപ്പാപ്പ വലിയ സ്ഥാനിക ചിഹ്നങ്ങളും തൊപ്പിയൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ യഥാർത്ഥത്തിൽ പല മാർപ്പാപ്പമാരും പറയാറുണ്ട്, ഈ തൊപ്പി അധികാരത്തിൻ്റെതല്ല, ഇതൊരു മുൾക്കിരീടമാണ്. ലോകത്തിലെ 140 കോടി ജനങ്ങളുടെ മാത്രമല്ല, ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നുവിട്ട ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു ഇതുകൂടി ആവുമ്പോൾ ലയോ 14 മാർപ്പാപ്പയുടെ മുമ്പിൽ അവസരങ്ങളോടൊപ്പം ഒരുപാട് വെല്ലുവിളികളുണ്ട്. സഭയെ ഒരുമിച്ച് കൊണ്ടുപോകണം. ലോകത്തിലെ ഈ യുദ്ധങ്ങളുടെയും ഇതിൻ്റെ നടുവിൽ സഭ എടുക്കുന്ന ഏത് തീരുമാനവും, മാർപ്പാപ്പയുടെ തീരുമാനവും തലനാരിഴ കീറി മുറിക്കപ്പെടും. അതുകൊണ്ട് ഇതൊരു മുൾക്കിരീടം കൂടിയാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പല മാർപ്പാപ്പമാരും ഈ അധികാരം ഏറ്റെടുക്കുന്നത്.